കോടീശ്വരനായ ഒരാളുടെ മകൻ യഥാർത്ഥ സ്കൂൾ ജീവിതം അനുഭവിക്കാൻ ആഗ്രഹിച്ച് ഒരു തകർന്ന സൈക്കിളിലായിരിക്കും ഹീറോയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി ബട്ട്ലർ കൂടിയായിരിക്കും വരിക. പഴകിയ ഒരു സഞ്ചി ചുമന്നും കൊണ്ട് ഹീറോ പോകുന്നത് കാണുന്ന സഹപാഠികളെല്ലാവരും കരുതിയത് അവനൊരു ദാരിദ്ര്യ കുടുംബത്തിലെ വിദ്യാർത്ഥിയാണെന്ന. പക്ഷെ അപ്പോഴേക്കും ഒരു ആഡംബര കാർ സ്കൂളിലെത്തി. കാറ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഹീറോയുടെ വീട്ടിലെ കാറാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അകത്തെ ഡ്രൈവറുടെ മകനായിരിക്കും ജാക്ക്. ഹീറോയുടെ വീട്ടിലെ ഡ്രൈവറാണ് അവൻ്റെ അച്ഛൻ. സ്കൂളിൽ പൊങ്ങച്ചം കാണിക്കാനായി അവൻ തൻ്റെ ഡ്രൈവറായ അച്ഛനെ ആഡംബര കാറിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. അതും അവന് സ്കൂളിൽ ഷോ കാണിക്കാൻ വേണ്ടി. പിന്നെ ജാക്ക് വന്ന് എല്ലാവർക്കും മുന്നിൽ സ്വയം പരിചയപ്പെടുത്തി. നഗരത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ്റെ അതേ കുടുംബപ്പേര് അവൻ പറയുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കരുതിയത് അവൻ പുതിയതായി സ്ഥലം മാറിയ കോടീശ്വരൻ്റെ മകനാണെന്നും. അവരുടെ തെറ്റിദ്ധാരണയെ അഭിമുഖീകരിച്ചുകൊണ്ട് അവൻ മനഃപൂർവ്വം ഒരു വിശദീകരണം നൽകിയില്ല. പക്ഷേ ഹീറോ പുതിയ സ്കൂളിലേക്ക് മാറിയതുള്ളൂ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാനാണ് ആഗ്രഹിച്ചത്. അപ്പോൾ തന്നെ സ്കൂളിലെ സുന്ദരി പെട്ടെന്ന് വന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഹീറോയെ വിളിച്ചു. എന്തിനാണ് സ്കൂളിലേക്ക് ഒരു തകർന്ന സൈക്കിൾ വന്നതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവന് താൻ പുതിയതായി സ്കൂളിൽ വന്നതേ ഉള്ളൂ, മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നും തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കില്ലെന്ന് ഹീറോ അവളോട് പറഞ്ഞു. എന്നിരുന്നാലും അവരുടെ സംസാരം കാണുമ്പോൾ മറ്റു കുട്ടികൾ അമ്പരന്നാണ് നോക്കി കാണുന്നത്. ഈ രംഗം കാണുമ്പോൾ ജാക്കിനും ഹീറോയുടെ അസൂയുണ്ടായി. എല്ലാവരും ക്ലാസ്സിലെത്തിയപ്പോൾ ഹീറോയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കൾ ജാക്ക അവൻ്റെ സഹപാഠികൾക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി. വിദ്യാർത്ഥികൾ ഈ വിലയേറിയ ആഡംബര വസ്തുക്കൾ കണ്ടപ്പോൾ എല്ലാവരും ജാക്കിനെ പ്രശംസിച്ചു. എല്ലാവർക്കും മുന്നിൽ അവനൊരു കോടീശ്വരനായി നടിച്ചു. അപ്പോൾ തന്നെ ഹീറോ ക്ലാസ്സിലേക്ക് വന്നു. അവനും ഒരു വാലറ്റ് കൊടുത്തു. പക്ഷേ ഹീറോ ഒന്നും മിണ്ടില്ല. അതിനുള്ളിൽ മറ്റൊരാളുടെ ഇനിഷ്യലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ പേഴ്സ് ശരിക്കും അവൻ്റേതാണോ എന്ന് ജാക്കിനോട് ഹീറോ ചോദിച്ചു. ഹീറോയ്ക്ക് മാത്രമേ സത്യം അറിയാവൂ. ഇതെല്ലാം അവൻ്റെ ബട്ട്ലറിനോട് കളയാൻ പറഞ്ഞ പഴയ സാധനങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ അവൻ ഭ്രാന്തനെ പോലെ അഭിനയിച്ച് ഹീറോ എന്താണ് ഉദ്ദേശിച്ചെന്ന് അറിയാൻ ആവശ്യപ്പെട്ടു. ക്ഷമ കേട്ട ഹീറോ ജാക്കിനോട് നിന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയാലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും സത്യം തുറന്നു പറയുന്നു.